പാക് അധിനിവേശ ജമ്മുകാശ്മീർ മേലുള്ള അവകാശം നിഷേധിച്ച് പാകിസ്ഥാൻ സർക്കാർ. പാക് അധിനിവേശ ജമ്മുകാശ്മീർ വിദേശ ഭൂപ്രദേശമാണെന്ന് പാകിസ്ഥാൻ സർക്കാർ വ്യക്തമാക്കി. ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇസ്ലാമാബാദ് ഹൈക്കോടതിയിലാണ് സർക്കാർ ഇക്കാര്യം അറിയിച്ചത്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് സർക്കാർ അഭിഭാഷകൻ ഇത്തരത്തിൽ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഏത് തരത്തിലാണ് പാകിസ്ഥാൻ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞത്? കെ.പി. കശ്മീരി കവിയെ കാണാതായതുമായി ബന്ധപ്പെട്ട ഇസ്ലാമാബാദ് ഹൈക്കോടതിയിൽ നിലവിലുള്ള കേസുമായി ബന്ധപ്പെട്ട വാദം നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഏറെ പ്രധാനപ്പെട്ട നിർണായകമായൊരു വാദം പാകിസ്ഥാൻ സർക്കാർ തന്നെ ഇസ്ലാമാബാദ് ഹൈക്കോടതിക്ക് മുൻപിലേക്ക് വെച്ചിട്ടുള്ളത്. അതായത് പാക് അധിനിവേശ ജമ്മു കശ്മീർ അത് പാകിസ്ഥാൻ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലല്ല, അല്ലെങ്കിൽ പാകിസ്ഥാൻ സർക്കാരിൻ്റെ ഭാഗമല്ല എന്നുള്ള സുപ്രധാനമായ വാദമാണ് ഇസ്ലാമാബാദ് ഹൈക്കോടതിയിൽ സർക്കാരിൻ്റെ അഭിഭാഷകൻ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. തീർച്ചയായും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചാ വിഷയമായി മാറുകയാണ്. കാരണം നിലവിൽ ഈ ഒരു ഭൂപ്രദേശം ഭാരതത്തിൻ്റെതാണെന്ന് വ്യക്തമാക്കുമ്പോഴും ഇതുവരെ അന്താരാഷ്ട്ര തലത്തിൽ ഉൾപ്പെടെ പാകിസ്ഥാൻ വാദിച്ചുകൊണ്ടിരുന്നത് ഈ പാക് അധിനിവേശ ജമ്മു കശ്മീർ എന്ന ഭൂപ്രദേശം പാകിസ്ഥാന്റെ കീഴിലാണ് എന്നുള്ളതായിരുന്നു. എന്നാൽ ഇപ്പോൾ ഔദ്യോഗികമായി ഈ കശ്മീരി കവിയെ കാണാതായതുമായി ബന്ധപ്പെട്ട കേസിൽ പാക് അധിനിവേശ ജമ്മു കശ്മീർ ഈ പാകിസ്ഥാന്റെ ഭാഗമല്ല, അവിടെ അതൊരു വിദേശ ഭൂപ്രദേശമാണ്, അവിടെ ഇടപെടൽ നടത്തുന്നതിന് പരിമിതികളുണ്ട് എന്നുള്ളൊരു വാദമാണ് ഇസ്ലാമാബാദ് ഹൈക്കോടതിക്ക് മുൻപായി പാക് സർക്കാർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഇതിന് ചില മറുപടി ഇസ്ലാമാബാദ് ഹൈക്കോടതിയിൽ ജഡ്ജ് ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പാകിസ്ഥാൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നതുള്ളത്. അത്തരത്തിൽ വിദേശ ഭൂപ്രദേശമാണെങ്കിൽ പിന്നെന്തിനാണ് അവിടെ പാകിസ്ഥാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ പോകുന്നത് എന്നൊരു ചോദ്യം ഇസ്ലാമാബാദ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ നിർണായകമായ ചർച്ചകൾക്ക് ഇസ്ലാമാബാദ് ഹൈക്കോടതിയിൽ പാക് സർക്കാർ തന്നെ മുൻപോട്ട് വെച്ചിട്ടുള്ള ഈ വാദം വഴിവെക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒപ്പം നിലവിൽ ഈ പാക് അധിനിവേശ ജമ്മു കാശ്മീരിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം പാകിസ്ഥാൻ സർക്കാരിനെതിരെ നടന്നു വരികയാണ്. അവിടെ ഉയർന്ന വൈദ്യുതി നിരക്കും ഉയർന്ന നികുതിയും ഏർപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന സർക്കാരിൻ്റെ നടപടികളിൽ, സർക്കാരിൻ്റെ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ, ജനകീയ പ്രക്ഷോഭങ്ങൾ പാക് അധിനിവേശ ജമ്മു കാശ്മീരിൻ്റെ മണ്ണിൽ നടന്നു വരുന്നതിനിടയിലാണ് ഈ ഭൂപ്രദേശം വിദേശ ഭൂപ്രദേശമാണെന്നും പാകിസ്ഥാൻ്റേതല്ല എന്നുള്ളതും പാകിസ്ഥാൻ സർക്കാർ തന്നെ ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളൂ. അപ്പം ഭാരതത്തെ സംബന്ധിച്ച് ഈ സ്ഥിതിവിശേഷങ്ങളെല്ലാം തന്നെ വളരെ സൂക്ഷ്മതയോടെ നിരീക്ഷിച്ചു വരികയാണ്. പാക് അധിനിവേശ ജമ്മു കാശ്മീർ ഉടൻ ഭാരതത്തിൻ്റെ ഭാഗമാകും, അവിടെയുള്ള ജനങ്ങൾ തന്നെ ഭാരതത്തിനൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കും എന്നുള്ളത് ഇതിനോടകം ഭാരതത്തിൻ്റെ ഭരണാധികാരികൾ, അത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ഇതിനോടകം തന്നെ നിരവധി തവണ വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോഴാണ് പാക് അധിനിവേശ ജമ്മു കാശ്മീർ എന്ന ഭൂപ്രദേശം വിദേശ ഭൂമിയാണെന്നും അവിടെ സർക്കാരിന് അധികാരങ്ങളിൽ പരിമിതിയുണ്ട് എന്നുള്ളതും പാക് സർക്കാർ തന്നെ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. പാകിസ്ഥാൻ സർക്കാർ തന്നെയാണ് ഹൈക്കോടതിയിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ജിഷ്ണു കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്.